എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് 7ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു. ഇന്ന് നമുക്കതിലെ പേജ് നമ്പർ 21 ഫിഗർ ഇറ്റ് ഔട്ട് ക്വസ്റ്റ്യൻസിലെ 10th ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, യു ആർ ഗിവൺ സം നമ്പർ കാർഡ് 4,000, 13,000, 300, 70,000, 1,50,000, 20 and 5. Using the card, get as close as you can to the numbers below using any operations you want. Each card can be used only once for making a particular number. എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? അതായത് നമുക്ക് ഇത്രയും നമ്പേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ? ഈ നമ്പേഴ്സ് എഴുതിയ കുറച്ച് കാർഡ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ ഇത്രയും നമ്പേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് ഈ താഴെ തന്നിട്ടുള്ള നമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യണം. നമുക്കിതിൽ അഡീഷനോ സബ്ട്രാക്ഷനോ മൾട്ടിപ്ലിക്കേഷനോ ഏത് ഓപ്പറേഷൻ വേണമെങ്കിലും ചൂസ് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബട്ട് എന്താണ് ശ്രദ്ധിക്കാറുള്ളത്? യൂസ് ഓൺലി വൺസ്. ഈ നമ്പർ ക്യാൻ ബി യൂസ്ഡ് ഓൺലി വൺസ്. ഒരു നമ്പർ നമുക്ക് ഒരു ടൈം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ അല്ലേ? അപ്പോൾ അങ്ങനെ ഈ തന്നിട്ടുള്ള നമ്പേഴ്സ് നമുക്ക് എന്ത് ചെയ്യണം? ഈ കാർഡ്സ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് 1,10,000. ഓക്കെ, അപ്പോൾ ഈ അപ്രോക്സിമേറ്റ് ഈ കറക്റ്റ് നമ്പർ തന്നെ കിട്ടണമെന്നില്ല. അതിനോട് അപ്രോക്സിമേറ്റ് ആയിട്ട് വരുന്ന ക്ലോസസ്റ്റ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്താലും മതി എന്നാ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ 1,10,000 കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്? ഇവിടെ നിന്ന് 4,000 പിക്ക് ചെയ്തു. 4,000 ഇൻറ്റു പിന്നെ എന്തൊക്കെ എടുത്തു? 20യും 5 കൊടുത്തു. 20യും 5 കൊടുത്ത് ആഡ് ചെയ്തു അല്ലേ? ദെൻ ആ കിട്ടുന്ന ആൻസർ കൊണ്ട് ഈ 4,000 മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ 13,000 കൂടെ ആഡ് ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ 1,13,000 ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ 1,10,000 ആണ്. നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തപ്പോൾ അതിനോട് ക്ലോസ് ആയി 1,30,000 എന്നാണ് കിട്ടിയത്. ഓക്കെ, അതുപോലെ ബാക്കിയുള്ള നമ്പേഴ്സും നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കാർഡിൽ തന്നിട്ടുള്ള നമ്പേഴ്സ് ഇങ്ങോട്ട് എടുത്ത് എഴുതിയിട്ടുണ്ട്. 4,000, 13,000, 300, 70,000, 1,50,000, 20 and 5. അപ്പോൾ ഇതാണ് നമ്മുടെ നമ്പേഴ്സ്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? 2 lakh ക്രിയേറ്റ് ചെയ്യണം. ഈ നമ്പേഴ്സ് യൂസ് ചെയ്ത് 2 lakh ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ഏതൊക്കെ നമ്പർ ചൂസ് ചെയ്യാം? ഫസ്റ്റ് ഞാനിവിടെ എന്തെടുക്കാം? നമുക്കിവിടെ 1,50,000 തന്നെ എടുക്കാം അല്ലേ? 1,50,000, അതായത് നമുക്കിവിടെ 2 lakh എന്ന് പറയുന്നത് വലിയ നമ്പർ ആണല്ലോ. അപ്പോൾ നമുക്കിവിടെ വലിയ നമ്പേഴ്സ് തന്നെ ചൂസ് ചെയ്യാം. 1,50,000ഉം 70,000. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് ആഡ് ചെയ്ത് നോക്കാം. 1,50,000ഉം 70,000ഉം ആഡ് ചെയ്താൽ നമുക്ക് എത്ര വരുമെന്ന് നോക്കാം. 70,000. ഓക്കെ, അപ്പോൾ 0, 0, then 0, 12, 1 ബാലൻസ് 2. അപ്പോൾ 2,20,000 എന്ന് കിട്ടും. നമുക്ക് എന്ത് മതി? 2 lakh മതി. ഇവിടെ 20,000 എക്സ്ട്രാ ആണ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? ഇനി ഈ 20,000 സബ്ട്രാക്ട് ചെയ്യാൻ നോക്കണം അല്ലേ? ബാക്കി 20,000 സബ്ട്രാക്ട് ചെയ്യാൻ നോക്കണം. അപ്പോൾ നമുക്കിവിടെ 20,000 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ 4,000നെയും 5നെയും മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 4,000ഉം 5ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 4 × 5 20 ആണ്. 20യോടൊപ്പം ആ 3 zeros കൂടെ ഇട്ട് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ 20,000 ആവും. അതായത് നമ്മളിവിടെ 4,000 ഇൻറ്റു 5 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 20,000. അപ്പോൾ ഈ 20,000 എന്ത് ചെയ്താൽ മതി? ഈ തന്ന നമ്പറിൽ നിന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് എക്സാക്ട്ലി 2 lakh എന്ന് കിട്ടും. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്തത്? ഫസ്റ്റ് 1,50,000 70,000 തമ്മിൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. 1,50,000 പ്ലസ് 70,000 ആഡ് ചെയ്തിട്ട് ഈ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ? -4,000 ഇൻറ്റു 5. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? ഇവിടെ 1,50,000 പ്ലസ് 70,000 നമ്മൾ ചെയ്തു. എന്താണ്? 2,20,000 അല്ലേ? 2,20,000 മൈനസ് ഇനി ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 20,000. ദെൻ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ എക്സാക്ട് നമ്പർ 2 lakh എന്ന് കിട്ടും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 5,80,000. അപ്പോൾ ഇവിടെ 5,80,000 എന്ന് പറഞ്ഞാൽ ഇച്ചിരി വലിയ നമ്പറാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ്? വലിയ നമ്പേഴ്സ് തന്നെ ചൂസ് ചെയ്യാം. ഏതാ? 1,50,000ഉം 70,000. അപ്പോൾ ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം എന്തേ വരുള്ളൂ? 2,50,000 അകത്തേ വരുള്ളൂ അല്ലേ? 5,80,000 വേണം. അപ്പോൾ ഈ നമ്പേഴ്സ് നമുക്ക് ഏതെങ്കിലും നമ്പേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഇതിൽ 5 നമുക്കുണ്ട്. 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അതായത് നമുക്ക് ഫസ്റ്റ് ഈ 70,000 ഇൻറ്റു എന്ത് ചെയ്യാം? 70,000 ഇൻറ്റു 5 ചെയ്യാം. ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 35. 7 × 5 35 വരും. ബാക്കി
ഈ സീറോസ് കൂടി ഇട്ട് കൊടുക്കുക അല്ലേ. 1 2 3 4 സീറോസ് കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് വരും 3,50,000. നമുക്കപ്പോൾ 3,50,000 ആയതേ ഉള്ളൂ. നമുക്ക് 5,80,000 വേണം അല്ലേ. അപ്പോൾ ഇവിടെ എത്ര ഡിഫറൻസ് വരും? 5,80,000 നിന്നും 3,50,000 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 2,30,000 എന്ന് നമുക്ക് വരും. അപ്പോൾ ഇനി നമുക്ക് എന്ത് വേണം? 2,30,000 ഇനി നമുക്ക് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ഒരു 1,50,000 നമുക്ക് ആഡ് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ വീണ്ടും എന്ത് ചെയ്യാണ്? ഒരു 1,50,000 ഉണ്ടല്ലോ, ആ 1,50,000 ഞാൻ വീണ്ടും ആഡ് ചെയ്ത് നോക്കുകയാണ്. ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 0 0 0 then 0 5 plus 5 10 1 ബാലൻസ് വരുമ്പോൾ 3 5 വരും അല്ലേ. അപ്പോൾ നമുക്കിവിടെ എന്ത് വരും? 5 lakh കിട്ടി. ഇനി നമുക്കൊരു 80,000 കൂടെ വേണം. 80,000 ക്രിയേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? ഇവിടെ 4,000 ഉണ്ട്, പിന്നെ ഒരു 20 ഉണ്ട്. അപ്പോൾ 4,000 ഇൻറ്റു 20. ഓക്കെ, അപ്പോൾ 4 ഇൻറ്റു 2 എന്ന് പറയുന്നത് 8 ആണ്. 8ഉം ബാക്കി ഈ 4 സീറോയും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? 80,000. അപ്പോൾ ഇവിടെ 5 lakh കിട്ടി, ഇവിടെ 80,000 കിട്ടി. ഇപ്പോൾ ഇത് നമുക്ക് ആഡ് ചെയ്യുമ്പോൾ 5,80,000 കിട്ടുമല്ലോ. നമുക്കിത് എന്താ ചെയ്തത്? നമുക്കിപ്പോൾ ഇങ്ങോട്ട് എഴുതി നോക്കാം. ഫസ്റ്റ് നമ്മൾ 70,000 ഇൻറ്റു 5 ചെയ്തു. ഓക്കെ, അത് എഴുതാം. 70,000 ഇൻറ്റു 5. ദെൻ അതിനോടൊപ്പം എന്ത് ചെയ്തു? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3,50,000 കിട്ടി. ദെൻ അതിനോടൊപ്പം നമ്മൾ വീണ്ടും 1,50,000 ആഡ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്താൽ വീണ്ടും 1,50,000. ദെൻ അതിൻ്റെ കൂടെ എന്ത് വീണ്ടും ആഡ് ചെയ്യണം? ഈ 4,000 ഇൻറ്റു 20 ചെയ്തതിന് നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 4,000 ഇൻറ്റു 20. ഓക്കെ, നെക്സ്റ്റ് 12,45,000. ഇവിടെയും ഇച്ചിരി വലിയ നമ്പറാണ്. അപ്പോൾ നമുക്ക് വലിയ നമ്പേഴ്സ് തന്നെ ചൂസ് ചെയ്യാം. 12,45,000 കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? ഞാനിവിടെ നമുക്ക് ആദ്യം ഇവിടെ 70,000ഉം 20യും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 70,000 ഇൻറ്റു 20 70,000 ഇൻറ്റു 20 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ 40. ദെൻ ബാക്കി എത്ര വരും? 5 സീറോസ് കൂടെ ഇടാം. 1 2 3 4 5. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 14 lakh. അപ്പോൾ നമുക്ക് കിട്ടേണ്ട നമ്പറിനേക്കാളും വലിയ നമ്പറാണ് കിട്ടിയത്. 14 lakh കൂടുതൽ 14 lakh. അപ്പോൾ ഏകദേശം 2,45,000ഓളം ഇതിൽ കൂടുതലാണ് കിട്ടിയത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇനി ഈ നമ്പേഴ്സിന് നമുക്ക് ഇനി സബ്ട്രാക്ട് ചെയ്യണം. ഈ 12 lakhലോട്ട് എത്തിക്കാൻ നമുക്ക് ഈ 14 lakh ആണ് കിട്ടിയത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് ഇവിടെ ഇത് എന്താണ്? 12 lakhലോട്ട് എത്തിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഏതെങ്കിലും നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഏത് നമ്പർ സബ്ട്രാക്ട് ചെയ്യാം? ഞാൻ ഇവിടെ ഇതിലെ വലിയ നമ്പർ ഏതാ? 1,50,000 അല്ലേ. ഈ 1,50,000 ഞാനൊന്ന് സബ്ട്രാക്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് എഴുതും? അപ്പോൾ ഞാനിവിടെ 1,50,000 ഇതിൽ നിന്നും സബ്ട്രാക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ 0 0 0 0 10 minus 5 5 then 3 minus 1 2 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 12,50,000 കിട്ടി. 12,50,000 കിട്ടിയത്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇതിൽ നിന്ന് നമുക്ക് ഇനി എത്ര കൂടെ സബ്ട്രാക്ട് ചെയ്യണം? 14,000 കിട്ടി. ദെൻ അതിൽ നിന്ന് നമ്മൾ 1,50,000 സബ്ട്രാക്ട് ചെയ്തപ്പോൾ 12,50,000 കിട്ടി. ഇനി നമുക്ക് ഇവിടെ 45,000 ആക്കാം. നമുക്ക് ഈ കിട്ടിയ ആൻസേഴ്സ് ഇങ്ങോട്ട് എഴുതാം. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? 70,000 ഇൻറ്റു 20 ചെയ്തു. ഓക്കെ, ഇൻറ്റു 20. ദെൻ അതിൽ നിന്ന് എന്ത് ചെയ്തു? മൈനസ് 1,50,000 1,50,000 നമ്മൾ എന്ത് ചെയ്തു? സബ്ട്രാക്ട് ചെയ്തു. ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഈ നമ്പറിൽ നിന്ന് നമുക്ക് ഇവിടെ ഇനി ഒരു 4,000 സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് വരും നോക്കാം? 0 0 0 ഇവിടെ 10 minus 4 6 ഇവിടെ 4 2 1 12,46,000 വരെ കിട്ടി. നമുക്ക് എന്ത് വേണം? 45,000 വേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഈ 300ഉം 5ഉം കൂടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 300 ഇൻറ്റു 5 300 ഇൻറ്റു 5 ചെയ്യുമ്പോൾ 1,500 എന്ന് കിട്ടും. അപ്പോൾ ഞാൻ ഇനി ഈ 1,500 ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്ത് നോക്കുകയാണ്. 1,500 അല്ലേ. 0 0 ഇവിടെ 10 minus 5 5 വരും. then ഇവിടെ 4 4 2 1 12,44,500 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഈ 45,000 നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്കിവിടെ 44,000 വരെ കിട്ടി. അപ്പോൾ അപ്രോക്സിമേറ്റ് ആയിട്ട് നമുക്കൊരു 500ന്റെ കുറവ് മാത്രമേ ഉള്ളൂ. 1,50,000 ഇവിടെ സബ്ട്രാക്ട് ചെയ്തു. എഗെയിൻ വീണ്ടും ഒരു 4,000 സബ്ട്രാക്ട് ചെയ്തു അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? 4,000 ഒരു 1,500 സബ്ട്രാക്ട് ചെയ്തു. അതെങ്ങനെ കിട്ടി? ഈ 300 ഇൻറ്റു 5 ചെയ്തപ്പോഴാണ് 1,500 കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 300 ഇൻറ്റു 5 എന്ന് എഴുതാം. ഓക്കെ, ദെൻ ഇവിടെ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 14 lakh. ഓക്കെ, 14 lakh മൈനസ് 1,50,000 വീണ്ടും ഒരു മൈനസ് 4,000 ഉണ്ട്. ദെൻ ഇത്
മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1500. ഓക്കെ, ഇത് ഇത്രയും ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? ഫൈനൽ നമുക്ക് കിട്ടിയ ആൻസർ 12,44,500. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. 20,90,800. അപ്പോൾ നമുക്ക് ഇതിൽ ഈ 20 lakh കിട്ടണമെങ്കിൽ ഞാൻ ഇവിടെ ആദ്യം ഇവിടെ 13,000 ഇൻറ്റു 300 ചെയ്ത് നോക്കാം. നമുക്ക് 13,000 ഇൻറ്റു 300 ചെയ്യുക. ദെൻ 13,300 ചെയ്യുമ്പോൾ നമുക്ക് 39 lakh എന്ന് കിട്ടും. കൂട്ടുകാർ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 39 lakh. അപ്പോൾ നമുക്ക് ഈ 39 lakh എന്ന് പറയുന്നത് 20 lakhനേക്കാളും ഒത്തിരി വലുതാണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ വേറെ നമ്പേഴ്സ് എടുത്ത് എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. ഇനി അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഏത് നമ്പർ സബ്ട്രാക്ട് ചെയ്യാം? ഞാൻ ഈ 20യും 5ഉം കൂടെ ആഡ് ചെയ്ത് 25 ആക്കി. ദെൻ ഇതിനെ 70,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്താണ് ഈ 17,000 എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 25. ആ 25 എങ്ങനെയാണ് കിട്ടിയത്? 20 + 5 ചെയ്യുമ്പോഴാണ് നമുക്ക് 25 കിട്ടുന്നത് അല്ലേ? ദെൻ അപ്പോൾ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ഇവിടെ 20 + 5 25. ദെൻ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 25ന് 175 എന്ന് കിട്ടും. ദെൻ ഈ 4 zeros കൂടെ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പം 70,50,000 എന്ന് കിട്ടി. ഇനി ഞാൻ വീണ്ടും ഇതിൽ നിന്ന് എന്ത് ചെയ്യാൻ പോവുകയാണ്? ഒരു 1,50,000 ഞാൻ വീണ്ടും സബ്ട്രാക്ട് ചെയ്യുവാണ്. കാര്യം എന്താണ്? നമ്മുടെ നമ്പേഴ്സിനെ ചെറുതാക്കി 20ൽ എത്തിക്കണം. ഓക്കെ, 1,50,000 ആഡ് ചെയ്യുവാണ്. അപ്പോൾ ഇതുവരെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ ഇവിടെയും 1,50,000 മൈനസ് 1,50,000 ചെയ്യുക. 39 lakh മൈനസ് ആദ്യം എന്താണ്? 17,05,000 ആണ്. 70,50,000 സോറി 5,000 അല്ല 50,000 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 0 0 0 ദെൻ 5 ഇവിടെ എന്ത് വരും? 8 മൈനസ് 7 1 ഇവിടെ 21,50,000 എന്ന് വരും അല്ലേ? 21,50,000. വീണ്ടും നമ്മൾ എന്ത് ചെയ്തു? ഒരു 1,50,000 സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? 1,50,000 വീണ്ടും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 20 lakh എന്ന് വരും അല്ലേ? 20 lakh. അപ്പോൾ നമുക്ക് 20 lakh എന്ന് കിട്ടി. നമുക്ക് ഇവിടെ വേണ്ടത് 20,90,000 ആണ് അല്ലേ? ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ ഒരു 4,000 ഉണ്ടല്ലോ ക്വസ്റ്റ്യനിൽ. ഇവിടെ ഒരു 4,000. ആ 4,000 കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ 20 lakhനോടൊപ്പം ആഡ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 20,04,000 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ സബ്ട്രാക്ട് ചെയ്തപ്പോൾ ഇനി നമ്മളിവിടെ എന്ത് ചെയ്യണം? ഒരു 4,000 കൂടെ ആഡ് ചെയ്തു. അപ്പോൾ ടോട്ടൽ നമ്മൾ ചെയ്ത് നോക്കി. ഇവിടെ ചെയ്ത് നോക്കി. ഇനി ഇതിൻ്റെ കൂടെ ഒരു 4,000 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 20,04,000 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനോട് ഏറ്റവും അടുത്ത നമ്പറേ കിട്ടും. അപ്രോക്സിമേറ്റ് ആ നമ്പർ തന്നെ കിട്ടില്ല. ഇതിനോട് അടുത്ത് വരുന്ന നമ്പർ തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാ കൂട്ടുകാരും ചാനൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.